ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഷിജോ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഷിജോ കുര്യൻ, ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ദിലീപ് കുമാർ, കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഈ മരിച്ച 3 പേരുടെയും മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നേരത്തെ ഷെഫീദ് സൂചിപ്പിച്ച പോലെ ഹരിലാൽ, അജയകുമാർ, പാർത്ഥിവൻ ഈ പറയുന്ന തുടരാം ഷിജോ, തുടരാം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ 3 പേരുടെയും മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഹരിലാൽ, അജയകുമാർ, പാർത്ഥിവൻ ഈ പറയുന്ന 3 പേരുടെയും മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ആലോചനയാണ് ഇപ്പോൾ ആശുപത്രി ബന്ധപ്പെട്ട അധികൃതരുമായിട്ട് ആലോചിക്കുന്നത്. കാരണം ആശുപത്രിക്ക് ഒരുമിച്ച് 3 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള പരിമിതികളുണ്ട്. ഒരുപക്ഷെ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് 3 പേരുടെയും മൃതദേഹം കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ആലോചനയും ഇപ്പോൾ ഇവിടെയുണ്ട്. അത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുമായിട്ടൊക്കെ ആലോചിച്ച് ഡോക്ടർമാരുടെ തീരുമാനം അല്പസമയത്തിനുള്ളിൽ എടുക്കും. ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കൾ, നാട്ടുകാർ, അടുപ്പമുള്ള ആളുകളൊക്കെ ഈ ആശുപത്രിയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണാം. സാധാരണ നിലയിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ രോഗികൾ മാത്രം വന്നു പോകുന്ന ഒരു ആശുപത്രിയാണ്. മറ്റു കൂടുതൽ ആളുകളൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇന്നിപ്പോൾ ഒരുപാട് ആളുകൾ ആശുപത്രിയിലേക്ക് വരികയാണ്. ഈ കൊട്ടാരക്കര നാടിനെ മൊത്തത്തിൽ ഞെട്ടിച്ച ഒരു അപകട വാർത്തയാണ് ഇന്ന് പുലർച്ചയോടുകൂടി കേട്ടത്. അതിൽ 3 പേർ മരിച്ചു. 2 പേർ ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ജിബിമോൾ, അതുപോലെ തന്നെ നവനീത് കൃഷ്ണൻ എന്ന് പറയുന്ന 2 കുട്ടികൾ, 15ഉം 13ഉം വയസ്സുള്ള 2 കുട്ടികൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ്. അവർക്ക് മറ്റ് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. അവരുടെ കൈക്കും കാലിനുമൊക്കെ ചെറിയ മുറിവുകൾ മാത്രമാണുള്ളത്. പക്ഷേ മറ്റ് 3 പേർ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ മരിച്ചു എന്നുള്ള വിവരം ആശുപത്രി സൂപ്രണ്ട് നിവിൻ നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. മരിച്ചത് 3 പേർക്കും, അതായത് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള 2 പേരും, അവർ അതിലൊരാൾ പറയുന്ന ഹരിലാൽ എന്ന് പറയുന്നത് ഒരു അധ്യാപകനാണ്. അജയൻ എന്ന് പറയുന്നയാൾ ഒരു KSRTC മെക്കാനിക്കാണ്. അങ്ങനെ അവർ 2 പേരും രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഈ പറയുന്ന അപകടത്തിൽ മരണപ്പെട്ടു. അതുപോലെ വിദ്യാർത്ഥിയായിട്ടുള്ള ഒരാൾ കൂടി മരിക്കുന്ന പാർത്ഥിവൻ, 13 വയസ്സുള്ള വിദ്യാർത്ഥി കൂടി മരിച്ചു. ഈ 3 പേരെയും, അതായത് ഇവരുടെ ശരീരം ഈ ഛിന്ന ഭിന്നമായ അവസ്ഥയിലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ആശുപത്രിയിൽ നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം വളരെ സസൂക്ഷ്മമായിട്ട് ചെയ്യേണ്ടതാണ്. മൃതദേഹം ഈ പറയുന്ന പലതരത്തിൽ അത് ചിന്നിച്ചെതിരി പോയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ താലൂക്ക് ആശുപത്രിയിലെ ഉള്ളിൽ നിന്ന് അത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ആലോചനയാണ് നിലവിൽ നടക്കുന്നത്. ഒരുപക്ഷെ അതിന് കഴിഞ്ഞില്ല എങ്കിൽ അത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഷിജോ കുര്യനാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.